ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിയാസിം സ്റ്റോറീസ്. അപ്പം നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയാണ്. അപ്പം ഞാൻ യാസിനാർ നമുക്കൊരു വീഡിയോ എടുത്താലോ ഇവിടെ കൊലായിൽ വന്നിരിക്കുമ്പോ നല്ല സ്മെല്ലുണ്ട്. അവിടുന്ന് ആരോ എന്തോ ഉണ്ടാക്കും. അപ്പുറത്ത് കനം പൊരിക്കുന്ന സ്മെല്ലുണ്ട്. അപ്പുറത്ത് നല്ല കടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 5 ഉറുപ്പ്യക്ക് എത്ര കടി? 5 ഉറുപ്പ്യക്ക് ഒരു കടി. നല്ല ബോണ്ട, പഴംപൊരി, സമൂസ, പിന്നെ വേറെ സാധനം പരിപ്പിന്റെ കൃത വെറൈറ്റി സാധനം. അത് നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും ഓയിലായിട്ടുള്ളത് നല്ല വെച്ചിട്ടാ. പിന്നെ നമ്മുടെ ജൂനിയർ യാസിമിന് ഒരു വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ജൂനിയർ യാസിമിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഐ ഡോണ്ട് ലൈക്ക്, എനിക്കിഷ്ടമല്ല അങ്ങനത്തെ കൊടുക്കുന്നത് അല്ലേ. ഏതൊക്കെ വയ്ക്കുന്നത് സായിപ്പ് കുറച്ചു നേരം പറ്റ സായിപ്പ് സംസാരിക്കാനുള്ള പറയും. അപ്പം ഇന്ന് നമ്മള് കമ്പിളിപ്പറമ്പ് വീടൊക്കെ മാറി വേറൊരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വേറെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം നാട്ടില്. അപ്പൊ നമ്മൾ ചാനൽ ഇട്ടില്ലേ? ഇല്ല, നമ്മൾ രണ്ടാളെയും സ്വന്തം നാട് ചക്കുംകടവ്. നമ്മള് ആനമാടേനു, ഇപ്പൊ ഇവിടേക്ക് ചക്കുംകടയിലേക്ക് മാറി. ആനമാട് ചക്കുംകടവ് വെല്ലിമക്കും സുഖമായി. വെല്ലിമക്കും അവിടെ ആയിട്ട് ഭയങ്കര പ്രശ്നം. ഇവിടെ പിന്നെ വെല്ലിമന്റെ ഫാൻസ് ഒക്കെ ഇട്ടിങ്ങനെ വന്ന് പോകുന്നത്. വെല്ലിമന്റെ പണ്ടത്തെ അയൽവാസികൾ, പിന്നെ മക്കള്, മൂപ്പർക്ക് ഇപ്പൊ വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ല. ആദ്യം അവളെ വീട്ടിലാകുമ്പോ വെറും ഡിപ്രഷൻ, ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു സ്ഥലവായിലൊക്കെ. ഇപ്പൊ സീനൊന്നുമില്ല, ഇപ്പൊ ഹാപ്പിയാണ്. നമ്മളും ഹാപ്പിയാണ്. ഇവിടെ എല്ലായിടത്തേക്കും പോവാൻ, എനിക്കിന്റെ വീട്ടിൽ പോവാനും വീട്ടിലേക്ക് പോവാ. നമ്മളെപ്പോഴും ഇവിടെ തന്നെ അല്ലേ, ചെറുപ്പം മുതലേ ഇവിടെ തന്നെ കളിച്ചു വളർന്നുകൊണ്ട് ഇവിടെ വിട്ടു പോയപ്പോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ. നമ്മളെല്ലാ ആക്സസ് പോയിന്റ് ഈ ഭാഗത്തായതുകൊണ്ട് അപ്പൊ പെട്ടെന്ന് അവിടുന്ന് വരുമ്പോ വലിയൊരു ബുദ്ധിമുട്ട്. സ്വന്തം വീടല്ല കേട്ടോ, നമ്മള് പണയത്തിനാ നിക്കണത്. സ്വന്തം വീട് എടുക്കണം, ഇൻഷാല്ലാ സ്വന്തം വീട് നോക്കണ്ട് എടുക്കണം. അപ്പൊ അതിന്റെ രീതിയിലാണ്. അടുത്ത നമ്മള് പിന്നെ നമ്മളൊരു ഹോം ടൂർ പോകും. ഹോം ടൂർ സ്വന്തം വീടൊക്കെ എടുത്തിട്ട് ഹോം ടൂർ കാണിക്കുന്നതായിരിക്കും. പിന്നെ വീടാവട്ടെ. വീടില്ലെങ്കിലും നമ്മളിപ്പോ നല്ല ഹാപ്പിയാണ്, അടിപൊളിയാണ്, സെറ്റാണ്. പിന്നെ ഇവിടെ ഇപ്പൊ താത്ത ഇല്ല, നമുക്ക് അറിയുണ്ടാവും. ഇവിടെ ഉള്ള താത്തന് മറ്റാള് അഡ്മിറ്റ് ആണ്. മക്കള് രണ്ടാൾക്ക് പനിയാണ്. ഇന്നലെ അതിനെക്കാട്ടി വലിയ കോമഡി ആയിരുന്നു. ഇന്നലെ ഏതായാലും രണ്ടാൾക്കാർ, എൻ്റെ രണ്ടാമത്തെ ഇത്താത്തിയും 2 കുട്ടികളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങനെ ഒരു അഡ്മിറ്റല്ല, അപ്പം അതിനിടയ്ക്ക് ഷെയ്ക്കമ്മോളുണ്ട്. എൻ്റെ മൂത്ത താത്തിൻ്റെ മോള് ഷെയ്ക്കമ്മോളുണ്ട്. ഷെയ്ക്കമ്മോൾക്ക് സുഖമില്ലാണ്ടായി. ഞാൻ ഷെയ്ക്കമ്മോളായിട്ട് ഇന്നലെ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് ട്രിപ്പൊക്കെ ഇട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, ഇതാരോ കോള് ഉണ്ടല്ലേക്ക് പിടിച്ചാ എന്നെ വേണ്ട നോക്കട്ടെ. വെല്ലിമ സ്റ്റോറ് പോയി വയ്ക്കാൻ. ഹലോ, റൂമൊന്ന് വിളിക്കാം. എന്താ? ബിലു ഉണ്ട്, റൂമിലുണ്ട്. അത് ഞാനാണമ്മ, ഞാൻ ഇവിടെ ഉണ്ട് കൊലായില്. ആയിക്കോട്ടെ, ശരി ശരി, ആയിക്കോട്ടെ. ഇപ്പം സ്റ്റോറിൽ പോവാം. ഓക്കെ, ശരി. അപ്പം അതെന്താ ലൈറ്റ് പോയോ പെട്ടെന്ന്? അപ്പം അങ്ങനെ എവിടെ നമ്മൾ നിർത്തിയ? ഹോസ്പിറ്റലിൽ. അതിനെ ഷെയ്ക്കമോളെ അവിടെ കൊണ്ടുപോയി. ഷെയ്ക്കമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞ് ട്രിപ്പ് ഇട്ടപ്പോൾ 4 മണിക്കൂർ ട്രിപ്പ് ഇട്ട് കിടക്കണേ. ആ ട്രിപ്പ് ഇട്ടപ്പോൾ അളിയൻ വന്നപ്പോൾ അളിയനും താത്തി അവിടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാം. അപ്പം ഉമ്മൻ്റെ വീണ്ടും കോള്, ലിയക്ക് ഇവിടെ വയ്യ, തീരെ വയറുവേദന ആവുന്നുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടേക്ക് വന്ന് വീട്ടിലേക്ക് വന്ന് പിന്നെ ലിയനായിട്ട് പോയി. അങ്ങനെ ഇന്നലെ ഞാൻ ഇത്താത്ത
രണ്ടളിയന്മാര്, രണ്ട് ഇത്താത്തമാര്, രണ്ടളിയന്മാര്, കുട്ടികള്, ഹോസ്പിറ്റലിൽ ഫുൾ ഫാമിലി ഹോസ്പിറ്റലിൽ ഇന്നലെ രാത്രി. ശരിക്കും ടെൻഷനായി, ആകെ ടെൻഷനായി വന്നിട്ട് എടുങ്ങാറായി. ഇങ്ങനെ പെയിന് വരുന്നൊന്നും അറിയില്ലല്ലോ, അല്ലാതെ കുഞ്ഞു കുഞ്ഞു പെയിനൊക്കെ ഉണ്ടാവും. വയറുവേദന ആയപ്പോ ആകെ സീനായി. നമുക്ക് ടെൻഷൻ കേറിയിട്ടിരിക്കുന്നു, ടെൻഷനായിട്ട് ഫുള്ള് സീൻ ആയ. പിന്നെ പോയിട്ട് ഇന്നലെ ലാബ് റൂമിലൊക്കെ കൊണ്ടുപോയി, ലാബ് റൂമിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തില്ലേ. ഡോക്ടർമാരൊക്കെ ആകെ ഒരു നിമിഷം എന്തൊക്കെയോ ഇതിലായിപ്പോയി പെട്ടെന്ന്. ഇവിടെ ഞാൻ മറ്റേതിലൊക്കെ കൊണ്ടുപോയി ചെയറിലൊക്കെ ഇരുത്തി. ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റും, എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതിന് എനിക്ക് തോന്നിയ പോലെയല്ല. ഡോക്ടർ പറഞ്ഞു വീൽ ചെയറിൽ പോകാൻ. പിന്നെ ഇവിടെ നടത്തിക്കേണ്ട വീൽ ചെയറിലുണ്ടാകാൻ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നടത്തിച്ചോണ്ടാ. അപ്പൊ ഇവിടെ വേണ്ട, അവള് നടന്നോളൂ. പിന്നെ ചൂടാവില്ല. അതിന്റെ ഓരോ എനിക്ക് പറയുന്നില്ല നമ്മള് വീൽ ചെയറിൽ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോ ഒരു പ്രത്യേകത. അതിന് ഡോക്ടറെക്കാട്ടി വലിയ ഡോക്ടർ ഇല്ലല്ലോ ആണോ? അത് ഒരു പറയാൻ എന്താ കാരണങ്ങളുണ്ടാവും ഡോക്ടർ പറയാൻ. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പോയി അതൊക്കെ എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മള് 12:30 ആയിക്കണം വീട്ടിലെത്തുമ്പോ. പിന്നെ ഇത്താത്ത വരുമ്പോ 1:30 ആയിണ്ടാവും. താത്ത വരുമ്പോ കൊറേ നേരായി. പിന്നെ നമ്മള് വേഗം നല്ല ടയർഡ് ഇങ്ങനെ ഉറക്കം എനിക്ക് എവിടെ എത്തി. വന്നപാട് നമ്മള് വേഗം കിടന്നു. അങ്ങനെയാണ് ഇന്നലത്തെ കഥകൾ. ഇന്നിപ്പോ ഉമ്മ ഇല്ല അവിടെ, ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോയിക്കണേ താത്തന്റെ അടുത്തേക്ക്. നമ്മളിവിടെ വല്യമ്മയും നമ്മളും മാത്രമേ ഉള്ളൂ. നമ്മള് മറ്റേ താത്തനെ വിളിച്ചിരിക്കണ്. മർസാത്ത് പോയി ബിലുമ ഇവിടെ ഉണ്ട്. മർസാത്ത് പോയി വരുന്നു പറഞ്ഞു. എന്തായാലും താ വരണ്ടിയാണ്. താപ്പ എന്തായാലും വൈകുന്നേരം വരുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ട് വരും. പിന്നെ ശരിക്കും കഴിയാത്തതിനോട് എന്നാലും വരേക്കും. ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. നമ്മളെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തത് ഈവനിങ് സ്നാക്സ്. അപ്പം യാസിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. യാസി മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ അല്ലേ? അപ്പൊ പഴംപൊരി വീഡിയോ കാണും. പഴംപൊരി ഉണ്ടാക്കാന് പഴമില്ല, അതാണ് മെയിൻ കാരണം. അപ്പൊ യാസി പോയിട്ട് പഴം വാങ്ങിക്കൊണ്ടുവരണം. പിന്നെ ഞാൻ ഇത്രയും നേരമായിട്ട് കുളിച്ചിട്ടില്ല, മാറ്റിട്ടില്ല. അപ്പം എനിക്കും ഒന്ന് ഫ്രഷ് ആവണം. ഇവർക്ക് പിന്നെ കുളി നനയും ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷയമുള്ള കാര്യമില്ല. ഞാൻ ഡെയിലി കുളിക്കലുണ്ട്. ഡെയിലി പ്രഗ്നന്റ് ആയതിന് ശേഷം ഞാൻ ഡെയിലി കുളിക്കലുണ്ട്. ഇന്ന് സാങ്കേതിക തകരാറുകൾ കാരണം എനിക്ക് കുളിക്കാൻ പറ്റില്ല. നമ്മൾ എണീച്ചതേ ലേറ്റ് ആയിട്ടാണ്, ഫുൾ പണികളും ലേറ്റായി. പിന്നെ നമുക്ക് പോവാണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുളിക്കും. അപ്പൊ എനിക്കിങ്ങനെ കിടക്കണം. അപ്പോൾ ഇന്ന് ടൈം പോയി, കുളിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ലാസ്റ്റ് പയം വാങ്ങി വരുന്ന ടൈമിൽ ഞാൻ കുളിക്കും. അപ്പൊ മനസ്സിലായില്ല കുളിയൊക്കെ പയം വാങ്ങി വരുമ്പോഴത്തേന് കുളിച്ചായി. അപ്പൊ അതാണ് കുളിക്കൊക്കെ പേര്. പിന്നെ നമ്മളൊന്നും പറയില്ല. ആയിക്കോട്ടെ, അത്രല്ല പെർഫ്യൂം ചളിയടിച്ചതാ. അപ്പൊ അങ്ങനെ അപ്പം വീഡിയോ അപ്പൊ ആ വീഡിയോ കാണാം. ഞാൻ പോയിട്ട് പഴം വാങ്ങിയിടാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ എല്ലാം സാധനമൊക്കെ വാങ്ങി എത്തിയിട്ടുണ്ട്. അവിടെ പഴം അങ്ങനെ പഴം മേടിച്ച് എല്ലാ സാധനവും മേടിച്ച് ഇവിടെ പരിപാടി തുടങ്ങാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഉണ്ടാക്കോ? എന്താ സെറ്റ് ആക്കി തരാം? അപ്പോൾ പഴംപൊരി സെറ്റാക്കാനുള്ള പരിപാടികളിലാണ്. നമുക്ക് കാണാം പഴംപൊരി എത്രത്തോളം പഴംപൊരി ആവുന്നു. ഓക്കെ. അപ്പോൾ സംഭവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പം എനിക്കറിയില്ല. ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞത് ഒന്നും അറിയില്ല.
ഇത് കരിഞ്ചീരക കസ്കസും കരിഞ്ചീരകം ഒരുപോലെ ഒറ്റ ഷൗട്ട് ഔട്ട് ഉണ്ടല്ലോ. കറുപ്പന്നെ രണ്ടും. എന്റെ മോളെ ഇജിപ്പോ ഇതൊക്കെ എന്താ ഇപ്പൊ ഒരു സ്പൂണ് മൈദപ്പൊടി ഇടാം. ഒരു സ്പൂണ് പൈമ്പരി തന്നെ ആവും ഇപ്പൊ ഇത്. ഒരു സ്പൂൺ മൈദപ്പൊടി, 2 സ്പൂൺ. കൊറേ പൈമ്പരിയാണോ നമുക്ക്? കുറച്ച് പൈമ്പരിയാണ്. അല്ല വേറെ കാര്യം വീഡിയോ നോക്കി ഈ വല്ല ലിപ്സ്റ്റിക് കുറച്ചിട്ട് കുളിച്ചു വന്നിട്ടില്ലേ സുന്ദരി ആവണമെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. അല്ലാണ്ട് വീഡിയോ എടുക്കണതിനെ കൊണ്ടല്ല. വീഡിയോയിൽ എന്റെ ഫാൻസ് ഒക്കെ കാണും. ഇപ്പൊ കാണാം ഫാൻസ് കാണാൻ എന്താത് നമ്മള് പൈമ്പരി പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഇത് എന്താന്ന് നല്ലാക്ക അറിയാം. 2 സ്പൂൺ പഞ്ചസാര, 3 സ്പൂൺ പഞ്ചസാര. നല്ല മധുരമാണ്, നല്ല രസമുണ്ടാവും. കുറച്ചും കൂടിയാ പതുക്കെ പറഞ്ഞ കേക്കൂലേ. ഇനി എന്ത് മധുരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിടണം നിർബന്ധമാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പിടണം. അത് നീ എപ്പിടണേ കണ്ടാ മതി. ഇപ്പൊന്നും ഇടലടി. ഉപ്പൊക്കെ ഇടും. നമ്മള് കരിഞ്ചീരകം ഇങ്ങനെ ഇടണം. ഇത് നല്ല മഞ്ഞില്ലാണ്. നമ്മള് ബാറ്ററി ഇത് തെയ്യോ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മള് കുറച്ചും കൂടെ പൊടി ഇടണം. രാശി കൊറേ പൈമ്പരി എന്നിട്ട് എനിക്ക് പൈമ്പരി ഇല്ല. അപ്പൊ നമ്മള് കൊറേ പൈമ്പരി ഉണ്ടാക്കണം. നോക്കിന്നാ കിട്ടൂലേ തിന്നുന്ന സമയത്ത്. എന്താ ഓ ഇതോർന്ന് കൊണ്ടുവന്ന കടി മോള് തന്നവര് അങ്ങോട്ട് ഇങ്ങോട്ട് വാ. എന്താ ചൂടിൽ ഓരുണ്ടാക്കിയാ? ഓ നമ്മള് പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്യണ്ടായല്ലോ. ഒരു കട്ട്ലേറ്റ് എടുത്ത് നോക്ക്. ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാം. നല്ല ക്രിസ്പിയാണ് തോന്നുന്നു കേട്ടോ. ഇത് നല്ല ചൂടുണ്ട്. ഈ കട്ട്ലേറ്റ് നല്ല ക്രിസ്പിയാണോ? അടിച്ചോക്ക്. ചൂടുണ്ട് നല്ല പറഞ്ഞേ. എന്താ അതുകൊണ്ട് ബലിപ്പിച്ചു കേട്ടോ. അറിയില്ല എന്താണെങ്കിൽ ആസ്ലതാത്തത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഉന്നക്കായി ടേസ്റ്റ് ചെയ്യണം. കുറച്ച് ഉപ്പ് കൂടി എന്താണെന്നൊക്കെ അറിയില്ല. ഉന്നക്കായി രസമുണ്ട്. പഴം കുറച്ചുകൂടെ പൈക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പോയി പറഞ്ഞാല് കണ്ടാ പോരെ, ഞാൻ പറയണ്ടല്ലോ. ഏത് കാണുമല്ലോ. ഞാൻ രാവിലെ മാത്രം മുറ്റത്തേക്ക് ഇറങ്ങലുള്ളൂ. കണ്ടാലോ ചാനല് ഇട്ടിരുന്നു. അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. വെള്ളം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെക്കലാണ്. നല്ല പാത്രത്തിൽ വെള്ളം നിന്നിട്ട് കൊറേ ദിവസമായി വെള്ളം ഇല്ല. എടി അപ്പൊ ഇല്ലെങ്കിൽ ഫില്ല് ചെയ്തോണ്ടല്ലേ എടുക്കാൻ പറ്റണേ. വെള്ളം വരുമ്പോ അതിൽ ഫില്ല് ചെയ്യണല്ലേ. പിന്നെ ഫില്ല് ചെയ്ത് വെക്കണല്ല. അത് ഇത് പറയാം മൊയിന്റെ വെള്ളം ഒഴിച്ച് കൈട്ടോ ആണല്ലോ. ഞാൻ തേടി എന്റെ നാവപ്പലിയാ. എന്താവും അറിയൂല. എന്തായാലും ട്രൈ ചെയ്തോ. ഏങ്കിൾ മാറ്റി പിടിച്ചോ. നല്ല ടേസ്റ്റ് ഉള്ള പൈമ്പരി വേണമെന്നുണ്ടോ? യെസ്.
അത് ആഗ്രഹിച്ചവിടെ നിന്നു. എന്താവും എനിക്കറിയില്ല. ഇപ്പൊ എന്താ ഉണ്ടാക്കണേ? ഞാൻ ഏതോ കാലം ഉണ്ടാക്കിയൊരു ഓർമ്മ വെച്ചിട്ട് ഉണ്ടാക്കണം. അറിയില്ലല്ലോ നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് വെച്ച് കൊറേ വെള്ളം ഒഴിക്കിട്ടു. പിന്നെ എല്ലാരും ആവശ്യത്തിനല്ലാണ്ട് അനാവശ്യമായിട്ടാ വെള്ളം ഒഴിക്കാൻ. എന്താ എനിക്ക് സംഭവം ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വാങ്ങോ? ഇല്ലെങ്കിൽ വേറെ വാങ്ങൂല. ഇല്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് പൈമ്പരിക്ക് ചെലവായ പൈസ കീഴാക്കും എൻ്റെ അടുത്തുനിന്ന് കേട്ടോ. പൈമ്പരിക്ക് ചെലവല്ല പൈസകളെ കീഴാക്കും. അപ്പൊ അതിൻ്റെ ഇതില് നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയോ. പൈമ്പരിക്ക് 10-20 റുപ്യ ചെലവായി. പിന്നെ ആ പഴം ഇതൊക്കെ വാങ്ങിയില്ലേ? ഇന്നിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. പഴംപൊരി ഫോക്കസ് ചെയ്യൂ. ഓ ആ പച്ചപ്പൊടി ആണെന്നാക്ക ഈ നോക്ക്. ഒരു ഗർഭിണിയായ ഭാര്യനോടാണ് പച്ചപ്പൊടി തിന്നാൻ പറയുന്നത്. എനിക്ക് ഞാൻ തിന്നല്ലേ? തിന്നേ മധുരം എന്തോ നോക്കിയാ മതി. ഉപ്പുണ്ട്. ഇനി മധുരം വേണല്ലേ? പറഞ്ഞാ പോരെ. നമ്മള് രസമുണ്ടല്ലോ. പച്ചപ്പൊടി എന്തോ ഞാൻ അതാദ്യം ഉമ്മ കാണാൻ തത്തുന്നുണ്ട്. എന്ത് പച്ചപ്പൊടി വെറുതെ എല്ലാം ഇങ്ങനെ മന്ദബുദ്ധി ആയിപ്പോയി. മന്ദബുദ്ധി ആയതുകൊണ്ട് നല്ലൊരു ഭാര്യനെ കിട്ടി. എന്താ എന്താണ്? നല്ലൊരു മോളെ കിട്ടീന്ന്. അല്ലെങ്കിലോ അല്ലേ ഇതാ അണ്ണാച്ചി പെണ്ണിനെ കിട്ടൂലേന്. എടി കുട്ടികളെ ക്യൂ ആക്കി ആരെനിക്ക് തേങ്ങാണ്. അപ്പൊ എനിക്കോ ഞാൻ വേണ്ട വെച്ചിട്ടല്ലേ. ആനമാട് ഫുള്ളിന്റെ ഫാൻസ്. എനിക്കറിയാം. ആനമാട് ഫുൾ ആലിയ ഫാൻസ് അസോസിയേഷൻ തന്നെ. ഷോള് അല്ല മുടിയൊന്നും വീഴണ്ട ഇതിലേക്ക്. ആ ഷോള് അല്ലോട് മുടി പൊട്ടിട്ടുണ്ടോ? ഇതാണ് കിച്ചണിൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാ മുടിയൊക്കെ വീഴുന്നത്. ഇങ്ങനെ ഇതാക്കി നടക്കാനൊന്നും കഴിയൂല. എന്താക്കി നടക്കാനില്ല? മുടിയൊക്കെ തിന്നണം, എന്നാലേ ആ ഒരു ഇത് കൊണ്ട് വരുമോ. ഹലോ അപ്പുറത്തെ വീട്ടിലെ ചെമ്മീൻ ശ്രീനാഥന്റെ വേറൊരു ഒറിജിനൽ വേർഷൻ അല്ലേ? അപ്പൊ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏറ്റെടുത്തിരിക്കണ്. ഞാൻ ടഫുള്ള ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയാം. അതുകൊണ്ട് വളരെ ടഫുള്ള പണി അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്തു ഏറ്റെടുത്ത് ചെയ്യണ്ടേ. മറ്റെന്താ അറിയോ, ഇയാൾക്ക് ഇത് അറിയൂല. ഇങ്ങനെയല്ലേ നീ പിന്നെ തടിയുള്ള വേണോ? നിങ്ങള് മാറിക്ക്, ഞാൻ ആക്കി വേണ്ട വേണ്ട. എനിക്ക് എന്റെ ഭയങ്കര ടേസ്റ്റ് ഇല്ല പറയും എല്ലാരും.
വലിയ പഴംപൊരിയല്ല, കുഞ്ഞു പഴംപൊരിയാ വേണ്ടിയേ. ആടി അതിന് ഇതാക്കി തരാ. കണ്ടോ പോതായില്ലേ, ബുദ്ധി വേണോ? നിങ്ങളതിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഫോണിന്റെ ഉള്ളിൽ കൊള്ളണില്ല. നല്ല വൃത്തിക്ക് പയം കട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയല്ലടോ. ഇത് പഴം ഫസ്റ്റ് ഹാഫ് ആക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ തരാം. ഹാഫ് ആക്കാം, എന്നിട്ട് 3 കഷ്ണാക്കാം. 3 കഷ്ണമാക്കൂ. അങ്ങനെയല്ല, നോക്കട്ടെ എങ്ങനെയാന്ന്. മതി. പോയി എനിക്കറിയാം. നിങ്ങള് 3 എണ്ണം ആക്കണേ. നിങ്ങളെ മുറിക്കൽ എന്തായാലും ജയിക്കും. നമ്മളാദ്യം പുറത്തു പോകുമ്പോഴൊക്കെ വെറും ആരുടെങ്കിലും വെഡിങ്ങോ ഫോട്ടോസിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഫോട്ടോഗ്രാഫർ ഇവിടെ ഉണ്ട്, മുഹമ്മദ് യാസിം. നമ്മളെ വിളിക്കുക. അപ്പം നമ്മളത് യൂട്യൂബിലൂടെ ഇനി എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. പേരൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പേര് വെറുതെ ഒന്നിട്ടിട്ടുള്ളൂ. ഒരു ഇമ്പല്ല, ഒരു ഇമ്പം കിട്ടണില്ലേ പേര്. യാസിം മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. മുക്കത്തെ ഐഷൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിറങ്ങി. അതെ, ഫുഡ് എല്ലാവർക്കും അറിയാലോ. അപ്പം ഫോട്ടോഗ്രാഫറെ കുറഞ്ഞ റേറ്റിലും അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് മുഹമ്മദ് യാസിമിനെ ബന്ധപ്പെടാം. ഇൻസ്റ്റാഗ്രാം യാസിം ജാസ് അക്കൗണ്ടിലേക്ക് അത് പേര് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് ആ അക്കൗണ്ട് ഇടുന്നതായിരിക്കും. മതി അത് മതി, വേണമെങ്കിൽ ആക്കാം. വേസ്റ്റ് ആവും. വലിയ വർത്താനം കേട്ടായി മുപ്പര് ഒന്നായിട്ട് തിന്നാവുകയാണ്. ഇത്രയും പഴം യാസി മുറിച്ചിട്ടിക്കണ്. നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയാണ്. നമ്മളെ ചീനച്ചട്ടി കാത്തിക്കാണ് പൊരിക്കാൻ വേണ്ടിട്ട്. ചീനച്ചട്ടി എന്നാണ് അതിന്. ആ ചീനച്ചട്ടി ആക്കിയതാണ്. അപ്പൊ ഇതാണ് സംഭവം. ഹോം മെയ്ഡ് പഴംപൊരീസ് ഓൺ ഗോയിങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. ഓയിൽ എടുക്കണം. ഓയിലെടുത്ത് ഓയിൽ ഒഴിക്കാം. ചൂടാവണ്ട ചട്ടി. സംഭവം ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ നമ്മളുടെ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ആ പാട്ടൊന്ന് കോപ്പിറൈറ്റ് കിട്ടൂലേ? പാട്ട് ഇവിടെ കേൾക്കൂലേ? ഇല്ല നിർത്തില്ല. എന്താ ചെയ്യാൻ പോണ അറി എന്തോ ഇടായ്പ ചെയ്യാൻ വീഡിയോ നിർത്താനല്ലേ? കണ്ടില്ലേ കേസ്, എന്തോ ഇടായ്പ ചെയ്യാൻ പറ്റാൻ ഉദ്ദേശിച്ചു. ആ വീഡിയോ നിർത്തി കഴിഞ്ഞാൽ മറ്റേ ചെയ്യാൻ കഴിയണം.
വലിയ വലിയ കഷ്ണാക്കിട്ട് പയമ്പൊരി ടേസ്റ്റ് ഇല്ല ഇന്ന ആര് പറയാൻ നിൽക്കരുത്. ഈയല്ലേ പറഞ്ഞ വലുതാണെന്ന്. അങ്ങനത്തെ വലുതല്ല പറഞ്ഞു. എന്റെ മോനെ ഇനിയിപ്പോ പയം കട്ട് ചെയ്തല്ല വെല്ലം ഞാൻ പറഞ്ഞു എന്റെ പേരറിയൂ. എന്താണ്ട് ബുദ്ധി. അപ്പോൾ നമ്മൾ പഴം ഇനി നമ്മളൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ ബാറ്റിന്റെ കൺസിസ്റ്റൻസി വളരെ ലൂസാണ്. കൊളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് എന്റെ മോനെ ആയില്ലയുടെ പഴയിൽ മുങ്ങിയിട്ടില്ല. ആ പാട്ട് ഓരവിടെ പാട്ട് വെച്ചിരുന്നു കോപ്പിറൈറ്റ്. അത് പറയാനത് നമ്മൾ അപ്പുറത്തെ വീട്ടില് കുടിക്കലാണ്. കുടിക്കലല്ല ഹൗസ് വാമി. നമ്മളവിടൊക്കെ കുടിക്കലെന്നാ പറയല്. ഇവിടെ ഏതാണ് സത്യമായിട്ട് കുടിക്കലാണ്. ഗൃഹപ്രവേശം എന്താ പറയലേ? എപ്പോ കല്യാണം ഞാനൊക്കെ ഹൗസ് വാമിങ് പറയുള്ളൂ. തേങ്ങ പിന്നെ കുടിക്കലാണ് അറിയാ. കൊടുവള്ളിയിൽ എന്താ പറയല്ലോ അറിയാം. കുട്ടൂസ കാര്യം നിന്റെ ഒരു കുടുംബക്കാരുടെ കൊടുവള്ളിയിൽ ആരെയും കാണുന്നുണ്ട് ഒന്നും വിചാരിക്കരുത്. ഒരു കുട്ടൂസ എന്നാ പറയുന്നത്. നമ്മള് ബസ്സിൽ ഓരോക്കെ വരെ പറയാം കൊടുവള്ളിയുള്ള ചെക്കന്മാരൊക്കെ. അന്ന് നമ്മൾ ഇതിനു മുമ്പ് മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോഴേ എനിക്ക് നടന്നു എനിക്കൊരു അർജന്റായിട്ട് പോവാണ്. അപ്പൊ ഞാൻ എന്താടാ അറിയണ വീട്ടിനടുത്ത് കുട്ടൂസാണ്. അപ്പൊ കുട്ടൂസനോ വീട്ടിനടുത്ത് ഏത് കോമഡിയാണ്. നിന്റെ പിറകെ നടക്കാനല്ല എനിക്കിഷ്ടം, ഒപ്പം നടക്കാനാണ്. അങ്ങനെ കേസ് അടി പിടിപ്പിച്ചിട്ടുണ്ട്. എടുക്ക ഞാൻ ആക്കണോ? ശ്രദ്ധിക്ക് അങ്ങനെ നാക്കല്ലേ. എടുക്ക് ഞാൻ ആക്കി തരാം. ഇങ്ങോട്ട് എടുക്ക തെറിക്കും. ഇങ്ങോട്ട് ഞാൻ ആക്കി തരാം. ഒരു കാര്യം പറഞ്ഞാല് അടി പിടിച്ചു. ഞാൻ ആരെയും കണ്ടു പയമ്പൊരി അടി പിടിച്ചു. കാണിച്ചു കൊടുത്താളോ പയമ്പൊരി അടി പിടിച്ച്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഏതാണ് പറഞ്ഞാക്ക്. അടി പിടിച്ചിട്ട് ഇളക്കായിട്ടാണ് ഇട്ടതിന് ശേഷം. ഇതൊന്നും പഴം ആയിട്ടില്ലേടി പൊട്ടത്തിയേ. പഴം മാത്രം അത് കാണുന്നു. ഇങ്ങനൊന്നും എല്ലാം ഉണ്ടാവില്ലേ. ആമാ ഇല്ല ഉണ്ടാക്കിയോളൂ. എന്താ ഇവിടെ ഉണ്ടാക്കാം എന്തേ? ഒരു മിനിറ്റ് ഗെയ്സ്, വല്യമ്മ വിളിക്കുന്നുണ്ട്. ആവട്ടെ, ആക്കിയിട്ടും ആവണുള്ളൂ. ആവണുള്ളൂ. പൈമരി പണി പാളി. അയ്യവാ ഇതാണ് ഉണ്ടാക്കിയ പയമ്പരി. ശരിക്കും നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. വലിയ ടോപ്പ്. ഞാൻ വിചാരിച്ച നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്ന. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കാര്യം ഉണ്ടായിരുന്നേ. എന്നിട്ട് അതൊന്നും ഇങ്ങനല്ലല്ലോ. എന്ത് ഇത് നോക്കി ഇവിടെ ഉണ്ടാക്കി എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ചീനച്ചട്ടി പൊടി മറ്റേ എന്താ പറയാ പഴം പോരാ ഇത് പോരാറിട്ട് വല്ല. ഞാൻ ഉണ്ടാക്കിയൊന്നും ഇതുവരെ കൊളായിട്ടില്ല. എന്താ ചേച്ചി ഉണ്ടാക്കിയ? ഇന്നലെ ഉമ്മ ഉണ്ടാക്കിയ. ഞാൻ വിചാരിച്ചെന്നാലേ നിങ്ങളോടാരും അങ്ങനെയൊക്കെ വിചാരിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പളേ അറിഞ്ഞല്ലേ അത് അടി പിടിക്കൂ. ഞാൻ ചെയ്താൽ മതിയേനിപ്പോ. ആദ്യേ വർത്താനൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു
ചീനച്ചട്ടിന്റെ പ്രശ്നമാണ്. ചീനച്ചട്ടി പ്രശ്നം. പഴം മാത്രം ഇപ്പൊ പഴം പുഴിഞ്ഞ പോലെ ഉണ്ടല്ലോടി. അതാണ് ആലിയ സ്പെഷ്യൽ ഫൈബർ. ഐ തിങ്ക് ഈ വെള്ളം കൂടിപ്പോയി. വള്ളം എന്താണ് വല്യമ്മ? ഫാൻസ് കുടിക്കും. നീ ഡാഡി വരണോ നോക്കാം. ഇത് പാട്ടാണല്ലോ. ഈ പാട്ടൊക്കെ ഇത് കിട്ടും, കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പാട്ട്. അപ്പൊ ഗൈസ് ഉണ്ടാക്കുമ്പോ എനിക്കൊരു വൈബിന് വേണ്ടി അടുത്ത വീട്ടിൽ നിന്ന് വെക്കാം പാട്ട് വെച്ചിക്കണ്. വൈലുണ്ടാവശ്യ സീനാവല്ലോ അല്ലേ. അങ്ങനെ വെളിച്ചം പോയി ഇരുടായി. നമ്മളെ പയമ്പൊരി റെഡി ആയിക്കണ്. പയമ്പൊരി അങ്ങനെ സെറ്റാവാൻ തുടങ്ങി. ചട്ടിയൊക്കെ മാറ്റില്ല. ചട്ടി മാറ്റി പയമ്പൊരി ശരിയായി. ഇവിടെ പയമ്പൊരി ആവുന്നു. ഇപ്പുറത്ത് ചായ റെഡി ആയിക്കൊണ്ടിരിക്കാണ്. ഗ്രാൻഡ് മാ ഈസ് ഓൺ വെയിറ്റിംഗ് ആണ്. വല്യമ്മ വല്യമ്മക്ക് കിട്ടുമോന്നുള്ള സംശയം. ഈ ലാസ്റ്റുള്ള കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് കോരിയാ മതി. വല്യമ്മക്ക് സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് കോരിയാ സോഫ്റ്റ് ആവില്ല. പിന്നെ ഞാൻ പറഞ്ഞെടുക്ക മറ്റേ സത്യം ഞാൻ പറയട്ടെ. ഉണ്ടാക്കി പറയട്ടെ. ലിയ ഇനിയിപ്പോ വെറുതെ എല്ലാരും മുന്നിൽ ഇതാവാണ് അവിടെ നിന്നിട്ട്. ഞാനാണ് ഉണ്ടാക്കി കൊടുത്തത്. അതാണ് ഇത്രയും നേരം ഈ ഉണ്ടാക്കിയ മാത്രല്ല വീഡിയോ ആയി ഞാൻ എടുക്കണേ. ഞാൻ നേരത്തെ വീഡിയോ എടുക്കാല്ലേ, ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഏകദേശം റെഡി ആയിണ്ടല്ലേ. ഇല്ല തിന്നണ കാണെങ്കി ആണ്. അപ്പൊ ഫൈനലി സംഭവം ഉണ്ട്, ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചായ ഇവിടെ റെഡിയാണ്. വല്യമ്മ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പൊ നിങ്ങൾ വെച്ചോളി, കുറച്ച് 3 വെച്ചോളി. അപ്പോൾ മുകളിലേക്ക് കൊടുക്കാനുള്ള വല്യമ്മ എന്താക്കാണ് അത് ബിലുവിൻ്റെ അതിൽ കൊടുത്തേക്കാം. ലിയ അവിടെ കിച്ചണിലാണ്. ബിലു 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 ഇങ്ങോട്ടോ ചാടിക്കാൻ. അപ്പൊ വല്യമ്മ ആ മുകളിലോട്ട് കൊടുക്കാനുള്ള എടുത്ത് വെക്കുന്നുണ്ട്. ഒന്നുകൂടെ വെച്ചോളി. ലിയ ഇവിടെ കിച്ചണിൽ തന്നെയാണ്. ലിയ ബാക്കി പരിപാടിയിലാണ്. ഗ്ലാസ് എടുക്കാം അല്ലേ. ഗ്ലാസ് എടുത്ത് ബോം. അപ്പോൾ നമ്മള് പൈമ്പരിയൊക്കെ ഉണ്ടാക്കിയ ലിയ അവിടെ ചായ കുടിച്ചോണ്ട് നിൽക്കാണ്. അപ്പോൾ ഇതുവരെ ആരില്ലേ, നിഷാദ് എത്തിക്കണ്. ഉറങ്ങണ മാതിരി അഭിനയിക്കുകയാണ്. ഷെയ്ക്ക കം ഹിയർ. ഷെയ്ക്ക എത്തിക്കണ്. ഷെയ്ക്ക അവിടെ. അപ്പോൾ ഷെയ്ക്ക ഇന്നലെയൊക്കെ ഫുള്ള് സീനായി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വെല്ലിമണ്ട് അപ്പുറത്ത് നിഷാദ. എന്താണ് അങ്ങനെ
ചായ കുടിച്ച പൈപ്പൊരി നീളാക്കി പൈപ്പൊരി ഇത് കണ്ടൂടെ ഇത് കണ്ടൂടെ ഇന്നിട്ട് പൊയ്ക്കോടൊന്ന് ഡിമാൻഡോ. അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ഈ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളൊരു യൂട്യൂബർ വേറെ ഉണ്ട്, നമ്മളെ യൂട്യൂബറാണ് ഷെയ്ക്കാസ് വേൾഡ് അല്ലേ? പറഞ്ഞോളാം, എന്റെ ചാനൽ ഫോളോ ചെയ്യാൻ പറഞ്ഞോളാം. പറഞ്ഞാല് അപ്പോ ഷെയ്ക്കാസ് വേൾഡ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. നമ്മളെ ചാനൽ നമ്മളെ ചാനൽ എല്ലാവരും മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.